ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിഫ്റ്റിയിൽ 400 പോയിന്റിൻ്റെ ഒരു വമ്പിച്ച ഒരു റാലിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ 200 മൂവിങ് ആവറേജ് മുകളിൽ പോയി എന്ന് മാത്രമല്ല 24,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ലെവലും ബ്രേക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു പൊസിഷനിലാണ് നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു റാലിക്ക് കാരണമായത് തീർച്ചയായിട്ടും ഓട്ടോ സെയിൽസ് ഡാറ്റ സൃഷ്ടിച്ച ഒരു ഉണർവാണ്. അപ്പോൾ കാത്തിരുന്ന ബുൾസ് ഇത് ഒരു നല്ലൊരു ട്രിഗർ പോയിൻ്റായിട്ട് കണക്കാക്കുകയും അങ്ങനെ ഓട്ടോ സെയിൽസിൻ്റെ ഡാറ്റ വന്നതോടുകൂടി വൻതോതിൽ മാർക്കറ്റിനെ ഉയർത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ഉത്സവ സീസണിൽ നടന്ന തകർപ്പൻ ഓട്ടോ സെയിൽസ് അപ്പോൾ അതാണ് ഈ റാലിക്ക് കാരണമായത് എന്നത് വ്യക്തമാണ്. നമ്മൾ സെക്ടോറൽ ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ ഇൻഡെക്സിൽ 3% കൂടുതലുള്ള ഒരു റാലി നടന്നതായിട്ട് കാണാം. ഏറ്റവും ഈ റാലിയെ നയിച്ച ഇൻഡെക്സ് ഓട്ടോ ഇൻഡെക്സ് തന്നെയാണ്. കൂടാതെ IT സെഗ്മെൻറ്റിലും അതുപോലെ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിലും നല്ല തോതിലുള്ള റാലി 2% മുകളിലുള്ള റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ബ്രോഡ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പിലാണ് കാര്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായത്. സ്മോൾ ക്യാപ്പ് ഈ റാലിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ 1% താഴെ 0.5% ഒരു നേരിയൊരു മുന്നേറ്റം മാത്രമാണ് സ്മോൾ ക്യാപ്പിൽ ഉണ്ടായിട്ടുള്ളൂ. ഓട്ടോ ഇൻഡെക്സിലെ ഐഷർ മോട്ടോഴ്സാണ് ഈ റാലിയെ മുന്നോട്ട് നയിച്ചത്. 8% ഒരു മുന്നേറ്റമാണ് അതിലുണ്ടായിട്ടുള്ളത്. കൂടാതെ അശോക് ലൈലൻഡ്, മാരുതി, TVS മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ബജാജ് ഓട്ടോ, മദേഴ്സൺ, അതുപോലെ ഹീറോ മോട്ടോകോപ്പ്, ടാറ്റ മോട്ടോഴ്സ്. ഇപ്പോൾ 2% മുതൽ 8% വരെയുള്ള ഒരു റാലിയാണ് മൊത്തത്തിൽ ഓട്ടോ സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും നമുക്കറിയാം ജനുവരി എന്ന് പറയുന്നത് പൊതുവെ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ വളരെയധികം വെല്ലുവിളി നിറഞ്ഞ ഒരു മാസമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. നിഫ്റ്റി 50യുടെ കഴിഞ്ഞ 20 വർഷത്തെ ക്ലോസിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 13 തവണയും നിഫ്റ്റി നെഗറ്റീവിലാണ് ജനുവരി മാസം ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ കഴിയുക. കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ 10ൽ 7 പ്രാവശ്യവും നിഫ്റ്റി നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ജനുവരി മാസം നൽകിയിട്ടുള്ളത്. അപ്പോൾ 2015 ഒരു 6% ഒരു മുന്നേറ്റവും 2017 ജനുവരിയിൽ ഒരു 4% മുന്നേറ്റവും അതുപോലെ 2018 മറ്റൊരു 4% മുന്നേറ്റം ഒഴിച്ചാൽ കഴിഞ്ഞ 10 വർഷം 7 തവണയും നെഗറ്റീവിലാണ് നിഫ്റ്റി ജനുവരിയിൽ ക്ലോസ് ചെയ്ത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ അവിടെ കാണാൻ കഴിയും 2016 -4% ഒരു ഇടിവുണ്ടായിരുന്നു. അതുപോലെ 2021 ജനുവരിയിൽ -2% ഇടിവുണ്ടായിരുന്നു. മൊത്തത്തിൽ 0.03% മുതൽ 2.45% വരെയുള്ള ഒരു ഇടിവിലാണ് കഴിഞ്ഞ 10 വർഷത്തെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ആയിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ഡാറ്റ കാണാൻ കഴിയുക. അപ്പോൾ ജനുവരിയിൽ പൊതുവെ ഇത്തരത്തിലുള്ള ഇടിവിന് കാരണമാകുന്നത് FII സെല്ലിങ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാസമാണ് ജനുവരി. 2015 മുതൽ 2024 വരെയുടെ നിഫ്റ്റിയുടെ ഒരു ജനുവരി പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ അവിടെ 6 പ്രാവശ്യവും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് സെല്ലേഴ്സ് ആണെന്ന് കാണാൻ കഴിയും. കഴിഞ്ഞൊരു 3 വർഷങ്ങളിൽ 2022 33,000 കോടിയുടെയും 2023 28,000 കോടിയുടെയും 2024 25,000 കോടിയുടെയും നെറ്റ് സെല്ലിങ് കഴിഞ്ഞുപോയ 3 വർഷങ്ങളിൽ FIIs നടത്തിയിട്ട് കാണാം. അപ്പോൾ അവിടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് പക്ഷേ നെറ്റ് ബയേഴ്സ് ആയിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ പൊതുവെ ജനുവരിയെ ഒരു സ്ലോവർ മന്തായിട്ട് അല്ലെങ്കിൽ അതൊരു വെല്ലുവിളി നിറഞ്ഞൊരു മന്തായിട്ട് പൊതുവെ കാണുന്നത്. പക്ഷേ എക്സെപ്ഷണൽ കേസുകൾ എപ്പോഴും നിഫ്റ്റിയിൽ ഉണ്ടാകാറുണ്ട്. നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിട്ടേണുമായി ബന്ധപ്പെട്ട് ഷോർട്ട് ടേമിൽ അല്ലെങ്കിൽ ഒരു വർഷങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വോളറ്റിലിറ്റിയെ നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ജനുവരി മാസം മറ്റൊരർത്ഥത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിർണായകമാണ്. കാരണം നമുക്കറിയാം ഏർണിങ്സിൻ്റെ ഒരു കൺസേൺ വലിയ തോതിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കുകളുടെ ഡിസംബർ ഏർണിങ്സ് അഥവാ Q3 ഏർണിങ്സിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നത് ഈ ആഴ്ചകളിലാണ്. അപ്പോൾ IT ഹെവി വെയിറ്റ് ആയുള്ള TCS അതുപോലെ ഇൻഫോസിസ് അവരുടെ റിസൾട്ടുകൾ വരുന്നതോടുകൂടി ഈ Q3യുടെ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യും. അതുകൂടെ HCL ടെക്, വിപ്രോ, HDFC ലൈഫ് തുടങ്ങിയ 64ഓളം കമ്പനികളുടെ റിസൾട്ടുകളാണ് ഈ വരുന്ന ആഴ്ചകളിൽ വരാൻ പോകുന്നത്. ഇതുകൂടാതെ ഈ ജനുവരിയിൽ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ മാത്രമല്ല ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് ജനുവരി 20 അമേരിക്കയിൽ സംഭവിക്കുകയാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായിട്ട് എലക്ട് ചെയ്യപ്പെട്ടെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള ആ സ്ഥാനാരോഹണം അത് നടക്കുന്നത് ഈ മാസം 20-നാണ്. അപ്പോൾ US ചരിത്രത്തിൽ ഇത് 2ാം തവണയാണ് പരാജയപ്പെട്ട് ബ്രേക്ക് എടുത്ത ഒരു പ്രസിഡന്റ് തിരിച്ചു വന്ന് വീണ്ടും പ്രസിഡന്റ് ആകുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഭരണശൈലി വെച്ച് പുലർത്തുന്ന വളരെയധികം പാട്രിയോട്ടിക് ആയിട്ടുള്ള ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ അമേരിക്കയിൽ മാത്രമല്ല ലോകം മുഴുവൻ വളരെയധികം പ്രിപ്പയർ ആകേണ്ടതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
ഇപ്പോൾ കഴിഞ്ഞ നവംബറിൽ ട്രംപ് പറഞ്ഞൊരു കാര്യം, മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ ബോർഡർ കടന്നെത്തുന്ന ചരക്കുകൾക്ക് അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തുമെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കം അദ്ദേഹം നടത്തുകയാണെങ്കിൽ അത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു കാര്യമാകും. പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട എക്സ്പോർട്ടായിട്ടുള്ള ഫാർമ, ഓട്ടോ ആൻസിലറി, അതുപോലെ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് പോലെയുള്ള പ്രൊഡക്റ്റുകളിൽ അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് വന്നേക്കാം. മറ്റൊരു കാര്യം ട്രംപ് പറഞ്ഞത്, അമേരിക്കയിലുള്ള ഇലീഗൽ ഇമിഗ്രൻസിനെ ആ രാജ്യത്ത് നിന്നും പുറത്താക്കാൻ വേണ്ടി ഈവൻ മിലിറ്ററി ഫോഴ്സിനെ ഉപയോഗിക്കാൻ വേണ്ടി വന്നാൽ ഉപയോഗിക്കുമെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ട്രംപിൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തികച്ചും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പേഴ്സണാലിറ്റിയാണ് ട്രംപ് എന്ന് നമുക്കറിയാം. ട്രംപിൻ്റെ ഈ ഒരു രണ്ടാം വരവോടെ ലോകം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം റഷ്യ ഉക്രൈൻ വാറും ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റും ട്രംപ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ്. അപ്പോൾ അധികാരത്തിൽ വന്ന് 24 മണിക്കൂറിനുള്ളിൽ റഷ്യ ഉക്രൈൻ വാർ അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ സംഘർഷത്തിൻ്റേതല്ലാത്ത സമവായത്തിൻ്റെ ഒരു ഡിപ്ലോമസി ആയിരിക്കും പുടിനുമായിട്ട് അദ്ദേഹം നടത്തുക എന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇത്തരത്തിൽ വേൾഡ് പീസിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തുകയാണെങ്കിൽ അത് ക്രൂഡ് ഓയിൽ പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ സഹായിച്ചു. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ മാനുഫാക്ചറിങ് രംഗത്ത് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിനെ വലിയ തോതിൽ ആശ്രയിക്കുന്ന രാജ്യം എന്ന നിലയിൽ ആഗോള സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ മേഖലയിലെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് തടസ്സമില്ലാത്ത ക്രൂഡ് ഓയിൽ സപ്ലൈ കിട്ടും എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ ഇന്ത്യയെ ബാധിക്കാവുന്ന മറ്റൊരു ഡൊണാൾഡ് ട്രംപ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് 5ാമത്തെ ക്വാഡ് സമ്മിറ്റാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ, അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങിയ 4 രാജ്യങ്ങളുടെ ഒരു കോയലേഷനാണ് ഈ ക്വാഡ് ഉച്ചകോടി എന്ന് പറയുന്നത്. ഇപ്പോൾ 2025 ഇന്ത്യയാണ് അതിനെ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും അതുവഴി ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്ത്യ വിസിറ്റ് ഈ വർഷം തന്നെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കറിയാം, ട്രംപ് തൻ്റെ ഭരണത്തിലെ പ്രധാനികളെ ഘട്ടം ഘട്ടമായി പ്രഖ്യാപിച്ചു വരികയാണ്. അക്കൂട്ടത്തിൽ പ്രമുഖനാണ് വ്യവസായിയായിട്ടുള്ള എലോൺ മസ്ക്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദം വളരെയധികം ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഭരണത്തിൻ്റെ ഒരു കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ അമേരിക്കൻ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല ഈ എലോൺ മസ്കിന് ആണ് ട്രംപ് നൽകാൻ പോകുന്നത്. അപ്പോൾ ട്രംപ് അതുകൊണ്ട് തന്നെ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു ഗുണമുണ്ടാകാൻ പോകുന്നത് എലോൺ മസ്കിനായിരിക്കും. കാരണം എലോൺ മസ്കിൻ്റെ ടെസ്ലയുടെയും അതേപോലെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന 2 ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റുകളുടെ ഒരു മാസ് എൻട്രി ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു മുന്നോടിയായിരിക്കും. അത് ഇന്ത്യൻ EV സെഗ്മെൻറ്റിലും അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തും ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളികൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്പനികൾക്ക് അത് വലിയ തിരിച്ചടിയാകും എന്നുള്ള ആശങ്ക ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ജനുവരി 20 അനുബന്ധിച്ച് വരാൻ പോകുന്ന ഈ വർഷത്തെ ഒരു പ്രധാനപ്പെട്ട ഇവൻറ്റ്. 2025 ചിലപ്പോൾ ഗ്ലോബലായിട്ട് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു വർഷമാകാനാണ് സാധ്യത. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലും അതിൻ്റെ അലയൊലികൾ വലിയ തോതിൽ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.